ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു സറീന ഹാരിസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ വ്ളോഗിൻ്റെ പാർട്ട് 2 വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെന്നൈയിലാണ് ഉള്ളതെന്ന്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പ്ലീസ് ഒന്ന് പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പം ചെന്നൈയിലുള്ള രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. നമ്മൾ വന്നിട്ടുള്ളത് സരവണ സ്റ്റോറിലാണ്. ചെന്നൈയിലുള്ള ഒരു ഫേമസ് സ്റ്റോറാണ് കേട്ടോ ഇത്. ഓരോ നിലയിലായിട്ടില്ലേ വ്യത്യസ്ത തരം ഐറ്റംസാണ് കേട്ടോ ഉള്ളത്. ഇതെന്ന് പറഞ്ഞല്ലോ ഒരു അത്ഭുതം തന്നെയാണ്. ഇങ്ങനെ ഒരു ഷോപ്പില്ലേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇന്നലെ ആരിസ്കാവും ഫ്രണ്ടും കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇല്ലേ ഇത് കണ്ടപ്പം എന്നോട് വിളിച്ചിട്ട് എനിക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു തന്നതാണ്. ഇങ്ങനെ ഒരു അത്ഭുതം ഉണ്ട്, നീ എന്തായാലും കാണേണ്ട ഒരു സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് എന്നെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു എന്തായാലും ഇൻഷാ നമുക്ക് നാളെ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വന്നതാണ് കേട്ടോ. എൻ്റെ മക്കളെ പറയാനൊന്നുമില്ല, അത്ഭുതം തന്നെയാണ് കേട്ടോ. അത്രക്കും ഓരോ ഐറ്റംസിനും ഓരോ സെക്ഷനായിട്ടാണ് ഇവിടെ ഉള്ളത്. ലോ ബഡ്ജറ്റ് മുതൽ ഹൈ ബഡ്ജറ്റ് വരെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ നിലയിൽ വരുന്നതില്ലേ ജ്വല്ലറി ഷോപ്പാണ്. ആ നില മൊത്തം ജ്വല്ലറിയാണ് ഉള്ളത്. ഒറ്റൊരു ഷോപ്പായിട്ടാണ് ജ്വല്ലറി ഉള്ളത് കേട്ടോ. പിന്നെ വരുന്നത് രണ്ടാമത്തെ നിലയിൽ ഫുള്ള് സാരി കളക്ഷൻസാണ്. ആ നില കംപ്ലീറ്റ് സാരിയാണ്. പിന്നെ വരുന്നത് കിഡ്സിൻ്റെ സെക്ഷനാണ് മൂന്നാമത്തെ നിലയിൽ. പിന്നെ വരുന്നത് ജെൻസിൻ്റെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓർണമെൻറ്റ്സില്ലേ, ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷൻസ് മാത്രം ഉള്ളതുണ്ട്. പിന്നെ ഫുഡ് ഐറ്റംസിൻ്റെ ഒരു സെക്ഷൻ മാത്രം. അതേപോലെ പിന്നെ പാത്രങ്ങളുടെ സെക്ഷൻ ഉണ്ട്. ഓരോ നിലയിലും ഓരോന്നായിട്ടാണ് ഉള്ളത്. ലാസ്റ്റ് വരുന്നതാണ് ഫർണിച്ചറിൻ്റെ ഷോപ്പ്. അപ്പം നമ്മളിതാ ഇവിടുന്ന് കുറച്ച് ബിസ്ക്കറ്റും അങ്ങനെ മിഠായിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് വാങ്ങിയിട്ട് നമ്മൾ മേലേക്ക് കയറുന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയ സാധനം അവിടെ കൊടുത്തിട്ട് ടോക്കൺ വാങ്ങിയിട്ട് വേണം നെക്സ്റ്റ് നിലയിലേക്ക് പോകാൻ. നമ്മൾ എത്തിയത് സ്റ്റേഷനറി ഐറ്റംസുള്ള സെക്ഷനിലാണ്. സ്റ്റേഷനറി മാത്രമല്ല ടോയ്സും അതേപോലെ ക്രോക്കറി ഐറ്റംസ് ഇല്ലേ അതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇത് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ബ്രഷൊക്കെ സാറാക്ക് നമ്മൾ നോക്കുന്നുണ്ടായിനി. അപ്പം ഇതൊക്കെ ഇവിടെ നല്ല റേറ്റ് കുറവിലാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ ഇങ്ങനെ ക്രയോൺസ്, കളറ്, ഓയിൽ പെയിൻറ്റ്സ് ഇങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ നമ്മളെ സ്കൂളിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇല്ലേ നല്ല വിലക്കുറവുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞാലില്ലേ ഇതൊരു അത്ഭുതം തന്നെയാണ്. കാരണം നമുക്ക് കുറച്ചൊരു പൈസ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാധനം നമുക്ക് വാങ്ങിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതാ അടുത്തത് നമ്മൾ എത്തിയിട്ടുള്ളത് സാറാരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ ഇങ്ങനെയുള്ള കളക്ഷൻസ് മോക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പം അതൊക്കെ നോക്കി നോക്കി നമ്മളിവിടെ എത്തി. ഇത് കണ്ടപ്പം ആൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ടായിനി. അപ്പം ഓളെ ക്യാരക്ടേഴ്സും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നോക്കാന്നുണ്ടായത്. പിന്നെ ഇതിനും നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. മോളെ മുഖത്തെ സന്തോഷം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഓളെത്ര ഹാപ്പി ആയിട്ടുണ്ടെന്ന്. ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടെങ്കിലേ നല്ല റേറ്റ് കൊടുക്കണം കേട്ടോ. ഓൺലൈനിലായാലും അതേപോലെ മാളിൻ്റെ അകത്തെ ഷോപ്പിലെല്ലാം നല്ല റേറ്റ് ഉണ്ട്. അതേ സമയമില്ലേ ഇവിടെ നല്ല റേറ്റ് കുറവുണ്ട്. അതുകൊണ്ടാണ് നോക്ക് നല്ല ഹാപ്പി ആയത് ആൾ. എത്ര സമയം നമ്മളിവിടെ ചിലവഴിച്ചാലും ഇല്ലേ നമുക്ക് ബോറടിക്കേയില്ല കേട്ടോ. അത്രക്കും കാണാനുണ്ട്. എൻ്റെ വാക്കെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത്രക്കും ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് കേട്ടോ ഞാനിതൊക്കെ പറയുന്നത്. നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങനെ ഇത്രമാത്രം പറയാനുള്ളതെന്ന്. അങ്ങനെയൊന്നുമല്ല, ഒരു അടിപൊളി ഷോപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ആഴ്സ്കാക്ക് ചെരുപ്പ് നോക്കിയിട്ടുണ്ടായിന്, അതൊക്കെ വാങ്ങി. പിന്നെ ഇതാ നമ്മൾ പാത്രത്തിൻ്റെ സെക്ഷനാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്റ്റീൽ പാത്രങ്ങളാണ്.
അപ്പം ഇവിടെയുള്ള അധികം ആൾക്കാരും ഇങ്ങനെയുള്ള സ്റ്റീൽ പാത്രങ്ങളാണ് അധികവും യൂസാക്കൽ. അപ്പോൾ ഇതാണ്ടോ, ഞാനും അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിന്. ഇതൊക്കെ എങ്ങനെ ഒഴിവാക്കിയിട്ട് പോക്കെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള നല്ല പാത്രങ്ങളൊക്കെ നല്ല റേറ്റ് കുറവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ വാങ്ങി നമ്മൾ പുറത്തിറങ്ങി. മേലെന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. കുറേ ചേച്ചിമാരിങ്ങനെ മുല്ലപ്പൂ വിൽക്കുന്നുണ്ടായിന്. കുറേ ആളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കോർക്കുന്നുണ്ടായിന് മുല്ലപ്പൂ. അപ്പോൾ ഇത് വന്നിട്ടില്ലേ 20 രൂപയ്ക്ക് എന്നിട്ട് ഞാൻ വാങ്ങിച്ചത്. 20 രൂപ മാത്രമാണ്. പക്ഷേ ഇന്ന് നമുക്ക് അത് യൂസാക്കാൻ കഴിയില്ല. നാളേക്കാണ് കേട്ടോ അത് കുറച്ചും കൂടെ വിരിയൽ. നല്ല സ്മെല്ലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുളിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് ആ സ്മെല്ല് പോയിട്ടേ ഉണ്ടായിട്ട. പിന്നെ നമ്മളൊന്ന് ബീച്ചിലും കൂടെ പോയിട്ടുണ്ടായിന്. ചെന്നൈയിലുള്ള ഒരു ഫേമസ് ബീച്ചിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായത്. രാത്രി കുറേ സമയം വൈകിയായതുകൊണ്ടില്ലേ വീഡിയോ ഒക്കെ ഒന്നും ക്ലാരിറ്റി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിട്ട. പിന്നെ ഇവിടെ ഒരു ഫേമസ് ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ബന്നും അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായയും കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയിട്ട് അതൊക്കെ കഴിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം സമയവും നല്ലോണം വൈകിയിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ലേ ആളെ തിരക്കെന്ന് പറഞ്ഞാൽ ഒരു 1.5 തിരക്കായിരുന്നു കേട്ടോ. ഇനിയുള്ളത് പിറ്റേത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻസും കൂടെ അറിയിക്കുക. അതേപോലെ ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടനും ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമ്മളിതാ പോയിട്ടുള്ളത് ഫിനിക്സ് മാളിലാണ്. ചെന്നൈയിലുള്ള ഫേമസ് മാളാണ് കേട്ടോ. നമ്പർ 1 മാളാണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇവിടേക്കാണ് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഒരു 11-12 ആ ടൈമിലാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇതാ നമ്മൾ എൻട്രൻസിൽ തന്നെ ഇവർ അടിപൊളിയാക്കിയിട്ട് ഇങ്ങനെ ഹലോ കിറ്റീൻ്റെ തീമിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാറാൻ്റെ പോക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവളെ ഇഷ്ടപ്പെട്ട ഏതോ സ്ഥലത്താണ് കയറുന്നതെന്ന്. അതെ, ഇത് മിനീസയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെയാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. അപ്പം ഇവിടെ ഇല്ലേ നമ്മൾ കാണാത്ത കളക്ഷൻസൊക്കെ ഉണ്ട്. മറ്റ് മിനീസോയിൽ പോയതിനേക്കാട്ടിലും കൂടുതൽ ഐറ്റംസൊക്കെ ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ഇവിടെ കുറച്ച് കോസ്റ്റ് അധികമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സാറിങ്ങനെ റേറ്റ് നോക്കിയിട്ടാണ് കേട്ടോ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത്. കുറച്ച് കൂടുതലുണ്ടാകുമ്പോൾ പറയും ഉമ്മ അതിന് 1000 എബോ ഉണ്ട്, ഇല്ല ഉമ്മ അതിന് 500 എബോ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന്. സത്യത്തിൽ അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ പൈസ നോക്കിയിട്ടല്ലാണ്ട് എൻ്റെ മോള് ഒരു സാധനവും എടുക്കൂല കേട്ടോ. ഞാൻ വിശ്വസിക്കുന്നത് അതെന്തുകൊണ്ടും നല്ല കാര്യമാണ്. നല്ല ഇപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഉള്ള ഒരു ചിന്ത ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണല്ലോ. അവർ പൈസേൻ്റെ മൂല്യം മനസ്സിലാക്കി ഇന്നത് വാങ്ങാം ഇന്നത് വാങ്ങിക്കൂടാന്ന് അവർക്കൊരു ധാരണ ഉണ്ടായാൽ തന്നെ അൽഹംദുലില്ലാ നല്ല കാര്യമാണ്. അവസാനം ഇതാ ഉപ്പാനെ കൂട്ടിയിട്ട് വന്നിട്ട് ഉപ്പാൻ്റെ കൂടെയാണ് കേട്ടോ സെലക്ട് ആക്കുന്നത്. പിന്നെ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ പോയത് ലൈഫ് സ്റ്റൈലിലേക്കാണ്. ലൈഫ് സ്റ്റൈലിൽ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറി നോക്കിയതാണ്. പക്ഷേ ഓഫറും കാര്യങ്ങളൊന്നും അന്നേരം ഉണ്ടായിട്ടില്ല. എന്നാലും എന്തെങ്കിലും ഒരു ഓഫറിന് എവിടെയെങ്കിലും ഒരു ടോപ്പ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നോക്കിയിട്ടുണ്ടായിന്. പക്ഷേ ഇല്ലേ പൈസ കൊടുത്താലും ഇല്ലേ നല്ല മെറ്റീരിയലാണ്. അത് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. സാറിങ്ങനെ ഓരോന്ന് എടുത്ത് തന്നിട്ട് ഉമ്മ ഇതെടുത്തോ നല്ലതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിന്. ഒരേ പാറ്റേണിൽ വരുന്ന കുറേ തരം കളേഴ്സ് ഒക്കെ അവിടെ അവൈലബിൾ ആണെന്നുണ്ടായിന്. പിന്നെ കുറച്ച് സമയം നമ്മൾ അവിടെ നിന്നു. പിന്നെ കുറേ ഷോപ്പിൽ ഇങ്ങനെ കയറി ഇറങ്ങി. ലാസ്റ്റ് നല്ലവണ്ണം ടയേർഡായിട്ടുണ്ടായിന്. അപ്പം നമ്മളിങ്ങനെ ഒരു കേരള റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് ഗൂഗിളിൽ മാപ്പൊക്കെ ഇട്ടിട്ട് നമ്മളിതാ എത്തിയത് അച്ചായത്തി റെസ്റ്റോറൻറ്റിലാണ്. ഇനി എന്ത് ഫുഡ് കഴിച്ചാലും നമ്മളെ കേരള സ്റ്റൈൽ ഫുഡ് അതിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാനിതാ പൊതിച്ചോറാണ് ഓർഡർ കൊടുത്തിട്ടുള്ളത്. എനിക്ക് 1-2 ദിവസമെല്ലാം ഞാനിങ്ങനെ ചോറ് കഴിക്കാണ്ട് നിൽക്കും. പക്ഷേ ഇല്ലേ പിന്നെ ആകുമ്പോൾ എനിക്ക് എന്തായാലും ചോറ് കിട്ടിയേ പറ്റൂല കേട്ടോ.
പിന്നെ ഇതാ ആസ്കാരം ഫ്രണ്ടും കൂടെ ഉണ്ടായിനി. അപ്പം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ ഐറ്റം നമ്മളിങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിനി. ഓരോ ഐറ്റം തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിന്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഷെയറാക്കിയിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻസും കൂടെ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.